ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 21 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചും അതിൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. മക്കളെ, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആ പരീക്ഷ എങ്ങനെയാണ് ആ പരീക്ഷ എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇതിക്ക് മുന്നേ എന്തൊക്കെ ചോദ്യങ്ങളാണ് ആ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കുക. അത് എങ്ങനെയാണോ 4 ഓപ്ഷനുകളും നമ്മൾ എടുത്ത് പഠിച്ചതിന് ശേഷം മുന്നോട്ടേക്ക് പോവുക. ഇതാണ് ഒരു എക്സാമിന് മുമ്പ് നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എക്സാമിന് പഠിക്കുന്ന ആളാണെങ്കിൽ എക്സാം തന്നെ എഴുതി പഠിച്ചിട്ട് വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ നമ്മുടെ തന്നെ ഡ്രീം സീരീസ് ആണ് 21 PYQ വിത്ത് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. കാരണം 2021 മുതൽ 2024 വരെ നമ്മുടെ PSC നടത്തിയ LD നിലവാരത്തിലുള്ള ചോദ്യ പേപ്പറുകളായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് ഓരോ ക്വസ്റ്റ്യനുകളും അതിൻ്റെ അകത്ത് 4 ഓപ്ഷനുകൾ ഉണ്ടാവും. ആ 4 ഓപ്ഷനുകളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം 600 അല്ലെങ്കിൽ 700ഓളം ഫാക്റ്റുകളാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഓരോ എക്സാമുകൾ കഴിയുമ്പോഴും നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി പോകാനായിട്ടും സാധിക്കും. അതേപോലെ തന്നെ അപ്പോൾ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടുത്ത ദിവസം നാളെ തന്നെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ നമുക്ക് തന്ന സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം കൂടെ വേണം. കാരണം നിങ്ങളാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. കാരണം നിങ്ങളുടെ കമൻസും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു സീരീസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഈ 8ന്റെ പണി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല മക്കളെ. കാരണം SCRT NCRT അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ലിറ്റററി മിഷൻ, അതേപോലെ ഇന്ത്യൻ പൊളിറ്റി, കേരള ഹിസ്റ്ററി, ശ്രീധര മേനോൻ, ഗവൺമെന്റ് സൈറ്റ്, റാങ്ക് ഫയൽ, PSC ബുള്ളറ്റിൻ ആൻഡ് മാഗസീൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏകദേശം 8 സോഴ്സ് ആണ് ഇതിലേക്ക് വേണ്ടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഇത്രയും സോഴ്സിൽ നിന്നും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്, അതായത് നോട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തമായിട്ട് അത് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, 1-2 തവണ വായിക്കുക. അതേപോലെ തന്നെ കണ്ട് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക മക്കളെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമിന് ആ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും പെട്ടെന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് ആണ്. ഒത്തിരി ഫാക്റ്റ് നമുക്ക് അതിൻ്റെ നിന്ന് വരും. കഴിഞ്ഞുള്ള എക്സാമുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും വരുന്ന ബേസിക് GKയും അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, പിന്നെ എന്താണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് കളയാതെ കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചു പോവുക. പിന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഒരു പരിധിയെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ കൂടുതൽ അവിടെ കിടന്ന് മസിൽ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ളതും കൂടി നമുക്ക് ഇല്ലാതാകുന്ന ഒരു ചാൻസിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അറിയാവുന്നതും എല്ലാവരും ശരിയാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ തെറ്റിക്കാതിരിക്കുക. അതിനാണ് നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു എക്സ്പ്ലനേഷൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം കണ്ടന്റ് നിങ്ങൾ അതിൻ്റെ അകത്ത് ഏകദേശം 21ഓളം ചോദ്യ പേപ്പറുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അത്രയും വലിയൊരു കണ്ടന്റ് ഓഫ് നോളജ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അത് തന്നെയാണ് എൻ്റെയും ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഇതൊന്നും നമ്മളൊരു പെയ്ഡ് ആയിട്ടോ അങ്ങനെ ഒന്നുമല്ല ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടണം അടുത്തൊരു എക്സാമിന് എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളും ഈ സോഴ്സും എല്ലാം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാവും, അത്രയും കണ്ടന്റ് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനപ്പുറത്തേക്കൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, സ്കിപ്പ് ചെയ്യുക. അത് ബാക്കി അതിൽ നിങ്ങൾക്ക് റാങ്കിൽ നേടി ഏകദേശം ഒരു 100 റാങ്കിലേക്ക് വരാനുള്ളത് എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. ഇനി അതിനപ്പുറത്തേക്ക് 1ാം റാങ്കിലേക്കും അതേപോലെ തന്നെ 2ാം റാങ്കിലേക്കും ഒക്കെ ഉള്ള ലെവലിലേക്കാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ പോകാൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്ന റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ
ഒരിക്കലും ഒരു നോളജും ഒരിക്കലും വേസ്റ്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വീക്ക് പോയിന്റ് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്തതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ കട്ട് ഓഫിലേക്ക് എത്തിയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ വീക്ക്, അതായത് ഇംഗ്ലീഷ് ആണോ, മാത്സ് ആണോ, മലയാളം ആണോ, കറണ്ട് അഫയേഴ്സ് ആണോ, അല്ലെങ്കിൽ GK പാർട്ടാണോ, ഏതാണോ നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ അതിന് വേണ്ടിയിട്ട് OMR ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ PDF ആയിട്ട് തന്നത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. കറക്റ്റ് 1.25 മണിക്കൂർ തന്നെ മക്കളെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതുക. അങ്ങനെ എക്സാം എഴുതുമ്പോൾ എവിടെയാണോ നിങ്ങൾക്കൊരു വീക്ക് വന്നത്, അല്ലെങ്കിൽ എവിടെയാണോ മാർക്ക് പോകുന്നത്, അതിനെ മുൻനിർത്തി ഇനിയുള്ള ദിവസങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന ലെവലിൽ ഏറ്റവും പാടുള്ള കാര്യങ്ങൾ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് എടുക്കുക. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ എന്താണ് കുറെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ രാവിലെ പഠിച്ച ഏറ്റവും ടഫ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ളത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഉച്ച കഴിഞ്ഞുള്ള സെഷൻ ഉണ്ട്. അവിടെയാണ് നിങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചേക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ രാവിലെ നിങ്ങൾ എന്താണോ പഠിച്ചത് അതിന്റെ റിവിഷനുമായിരിക്കണം ആഫ്റ്റർനൂൺ സെഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഇനി കിടക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കറിയാം ഏകദേശം നമുക്ക് ഇംഗ്ലീഷ് അതേപോലെ തന്നെ മലയാളത്തിന്റെ നോൺ ഗ്രാമർ സെക്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എന്നും നമുക്ക് മറവി വരുന്നതും ഇന്ന് ശരിക്കും പറഞ്ഞാൽ കോർ സബ്ജക്റ്റിന്റെ അടുത്ത് തന്നെ എത്തി നിൽക്കുന്നതുമായ നമ്മുടെ കറണ്ട് അഫയേഴ്സ്, അതാണ് പിന്നെ ഏറ്റവും നൈറ്റ് നമ്മൾ കിടക്കുന്നത് മുമ്പായിട്ട് വീണ്ടും ഒന്നുകൂടി റിവിഷൻ ചെയ്ത് പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും 75 ഹോട്ട് ടോപ്പിക്സ് എന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ LDCയുടെ സിലബസും ഉണ്ട്. ഇതിൻ്റെ അകത്ത് വച്ചിട്ട് വേണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. നമുക്ക് മാക്സിമം ഇത് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് സെറ്റ് ചെയ്യാനാണ് പറ്റത്തുള്ളൂ. നമുക്ക് ഒരിക്കലും നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കാനൊന്നും എന്താണ് അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും നമുക്ക് സാഹചര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്ത് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് ഏകദേശം ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മതി. ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ പഠിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മകളെ 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ജോലിക്ക് വരാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ 75 ഹോട്ട് ടോപ്പിക്സ് അതേപോലെ തന്നെ സിലബസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് അറിയാൻ പാടില്ലാത്ത ടോപ്പിക്സ് വേറെ വരുന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് ഈ പറയുന്ന നിയമങ്ങൾ, സുപ്രധാന നിയമങ്ങൾ, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കേരള ഭരണ സംവിധാനം, തണ്ണീർത്തടങ്ങൾ, അങ്ങനെയുള്ള കുറേ ടോപ്പിക്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ ക്ലാസ് ഏകദേശം മാക്സിമം ഞാൻ തന്നെയുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം എന്താണ് ഇതെല്ലാം എഴുതി നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ വരുമ്പോൾ കുറച്ച് സമയങ്ങൾ എടുത്തു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് കുറേ ടീംസ് ഒക്കെ ആയിട്ടുള്ള ലെവലിലാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് എന്താണ് നിലവിൽ അതൊന്നും പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കസ്റ്റമൈസ് ചെയ്തൊരു ടൈം ടേബിളും നിങ്ങളുടേതായിട്ടുള്ള ഏതൊക്കെ സബ്ജക്റ്റുകളിലാണോ നിങ്ങൾ വീക്ക് അത് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. കഴിഞ്ഞ കട്ട് ഓഫിൽ നിന്നും ഏകദേശം ഒരു 12 to 15 മാർക്കിലേക്ക് നിങ്ങൾ എത്തിക്കാൻ നിങ്ങൾ സാധിച്ചാൽ ഉറപ്പാണ് നിങ്ങൾ ഈ പറയുന്ന LDC ആദ്യത്തെ 100 റാങ്കിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കും. ജീവിതത്തിലെ പല കഷ്ടപ്പാടുകളും അതേപോലെ തന്നെ എന്താണ് പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ ലൈഫിലുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു എക്സാം അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ജീവിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ മകളെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവത്തില്ല. ഓക്കെ, എല്ലാവരുടെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഉള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല. ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടതാണ്. ആ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അത് കറക്റ്റാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ജോലിക്ക് കയറി കഴിയുമ്പോൾ അത് ആ എടുത്ത തീരുമാനം നല്ലതായിരുന്നു എന്നുള്ളത് നമ്മളെ ഇന്ന് വരെയും തള്ളി പറഞ്ഞ ആളുകൾ നമ്മുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കുകയൊന്നും വേണ്ട. പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾ എൻ്റെ ലൈഫ് മാറ്റുമെങ്കിൽ ആ ലൈഫ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് തന്നെ കരുതി മുന്നോട്ടേക്ക് പോവുക. അപ്പം നമ്മുടെ ഈ ഡ്രീം സീരീസ് 21 PYQ വിത്ത് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാത്സിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇടും. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇനിയും ഒത്തിരി ആളുകൾ
LDC 2024 വേണ്ടി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവരിലേക്കും എന്ത് ചെയ്യുക, ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസ് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും പഠിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ കിടിലമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. നമ്മൾക്ക് വേണ്ടത് എന്താണെന്നുള്ള റാങ്ക് നമ്മൾ തന്നെ എഴുതി വെക്കുക. അതിനേക്ക് വേണ്ടിയിട്ടുള്ള ദിവസങ്ങളായിരിക്കണം ഇനി വരുന്നത് എല്ലാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.